ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സർക്കിൾസും അതിന്റെ കോഡ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് സർക്കിൾസിന്റെ ഉള്ളിൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ്സ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ 4 പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ കോഡിന്റെയും 2 പാർട്ടുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇവിടെ എല്ലാ കോഡ്സും സർക്കിളിനകത്ത് വെച്ച് ഇന്റർസെക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ കണ്ടില്ലേ, സി ഡി എന്ന് പറയുന്ന കോഡും എ ബി എന്ന് പറയുന്ന ഒരു കോഡും അത് സർക്കിളിനുള്ളിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അത് പുറത്തേക്ക് നീട്ടിയപ്പോൾ ഇവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്തു. അപ്പോൾ സർക്കിളിനകത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റാത്തവര് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യും. അപ്പോൾ ഡി സി എന്ന കോഡും ബി എ എന്ന കോഡും പ്രൊഡ്യൂസർ പുറത്തേക്ക് നീട്ടി കഴിയുമ്പോൾ പി യിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതാണ് പ്രോപ്പർട്ടി. ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 കോഡ്സ് സി ഡിയും എ ബിയും പുറത്തേക്ക് നീട്ടിയപ്പോൾ സർക്കിൾ പുറത്ത് വെച്ച് ഇന്റർസെക്ട് ചെയ്തു. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതൊരു സൈക്ലിക് കോഡ്ലാറ്ററൽ ആണ്. അപ്പോൾ അതിന്റെ ഔട്ടർ ആംഗിൾ ആണ് ഇത്, കണ്ടോ? അപ്പോൾ ഔട്ടർ ആംഗിളിന്റെ അളവ് ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ആംഗിൾ സി ഈക്വൽ ആവും. അതുപോലെ ആംഗിൾ ഡി ഈ സൈക്ലിക് കോഡ്ലാറ്ററിന്റെ ഒരു ആംഗിളാണ്. അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളാണ് എ. അപ്പോൾ എയും ഡിയും ഈക്വൽ ആവും. അപ്പോൾ ഈ ട്രയാംഗിളും ഈ വലിയ ട്രയാംഗിളും ഒരേ ആംഗിൾസ് ഉള്ള ട്രയാംഗിൾ ആയിട്ട് വരും. അതായത് കൺസിഡർ ട്രയാംഗിൾ പി ബി ഡി ആൻഡ് പി സി എ. പി സി എ എന്ന ട്രയാംഗിളും പി ബി ഡി എന്ന ട്രയാംഗിൾ എടുക്കുക. അതിന്റെ ആംഗിൾസ് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, ഈ ആംഗിൾ, അതായത് ആംഗിൾ പി സി എ ഈക്വൽ ടു ആംഗിൾ ബി, ഇത് രണ്ടും ഈക്വൽ ആംഗിൾ ആണ്. കാരണം ഇത് സൈക്ലിക് കോഡ്ലാറ്ററൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിള് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിന്, അതായത് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ആംഗിൾ ഈക്വൽ ആണ്. അതുപോലെ ഈ 2 ആംഗിളും ഈ സൈക്ലിക് കോഡ്ലാറ്ററിന്റെ ഈ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളും, അതായത് പി എ സി ഈക്വൽ ടു ആംഗിൾ ഡി. അപ്പൊ 2 ആംഗിൾ ഈക്വൽ ആയല്ലേ? ഇത് നമ്മൾ എടുത്ത ട്രയാംഗിൾ ആയ പി എ സിയുടെയും പി ബി ഡിയുടെയും 2 ആംഗിൾസ് ഈക്വൽ ആയി. മൂന്നാമത്തെ ആംഗിൾ കോമൺ ആണ്. അപ്പൊ 2 ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ട്രയാംഗിൾസിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിൻസ് ആംഗിൾസ് ഈക്വൽ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഈക്വൽ. അപ്പൊ ആ റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ്? ഇതിന് പി എ എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ്, അതിന് ഈക്വൽ ആംഗിൾ ബി ആണ്. അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് വലിയ ട്രയാംഗിളിൽ പി ഡി. അപ്പൊ പി എ ബൈ പി ഡി ഈക്വൽ ടു, ഇനി അതുപോലെ തന്നെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് പി സി. അപ്പൊ അത് വലിയ ട്രയാംഗിളിൽ ഈ ആംഗിളിന് ഈക്വൽ ഇതാണ്. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വലിയ ട്രയാംഗിളിൽ പി ബി. അപ്പൊ പി സി ബൈ പി ബി, പി എ ബൈ പി ഡിയും പി സി ബൈ പി ബി, അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് ഈക്വൽ. അപ്പൊ പി എ ബൈ പി ഡി ഈസ് ഈക്വൽ ടു പി സി ബൈ പി ബി എന്ന് കിട്ടും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയും ഒരു പ്രത്യേകത എന്താണ്? കോഡ്സ് സർക്കിളിനകത്ത് ഇന്റർസെക്ട് ചെയ്താലും പുറത്ത് ഇന്റർസെക്ട് ചെയ്യാനും റിസൾട്ട് സെയിം ആ. പി എ ഇൻറ്റു, അതായത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഓരോ കോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, പി യിൽ നിന്ന് ഈ കോഡിന്റെ എൻഡായ എയിലേക്കും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പി എ ഇൻറ്റു പി ബി, പി സി ഇൻറ്റു പി ഡി. ഓരോ കോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അതായത് എപ്പോഴും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ തുടങ്ങിയാണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ തെറ്റില്ല. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. പിക്ചർ ബി എയും ഡി സിയും പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പി എയിൽ മീറ്റ് ചെയ്തു. പി എ 4 എന്ന് തന്നിട്ടുണ്ട്, പി സി 3 എന്ന് തന്നിട്ടുണ്ട്, എ ബി 5 എന്ന് തന്നിട്ടുണ്ട്. We have to find out CD. What is the length of CD? അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. എന്താണ് റിസൾട്ട്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അവിടെ പി എ എന്ന് പറഞ്ഞാൽ 4, പി ബി എന്ന് പറഞ്ഞാൽ 4, 5, 9 എന്ന് എടുക്കണം. പി ബി എല്ലാ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് വരിക, ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ. പി എ 4, പി ബി 5, 4, 9. അപ്പോൾ 4 ഇൻറ്റു 9 ഈക്വൽ ടു 3 ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെ പി എ എന്ന് പറഞ്ഞാൽ 4 ആണ്, പി ബി എന്ന് പറഞ്ഞാൽ 4, 5, 9 ആണ്, പി സി 3 ആണ്, പി ഡി അറിയില്ല, ഇത്രയും ഡിസ്റ്റൻസ് അറിയില്ല. അപ്പോൾ 4 ഇൻറ്റു 9 സമം 3 പി ഡി എന്നാവും. അപ്പോൾ പി ഡി എന്ന് പറയുന്നത്
ഈ 4×9 36 36/3 12. അതായത് ഇത്രയും ഡിസ്റ്റൻസ് 12ആണ്. ഈ 12ൽ നിന്ന് ഇത്രയും 3 പോകുമ്പോൾ ബാക്കിയുള്ളതാണ് സി ഡി. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് 12 - 3 9 സെന്റിമീറ്റർ സി ഡി. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഇവിടെ പി ക്യു എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് 3 സെന്റിമീറ്ററോടെ പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റൊരു സീക്കൻഡ് വരച്ചിരിക്കുന്നതാണ്. AR 5 ആണ്, RS 4 ആണ്. We are asked to find out the diameter, find the radius of the circle. ഈ പി ക്യു ഡയമീറ്റർ ആണ്. അപ്പോൾ പി ക്യുവിന്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ അതേ റിസൾട്ട് എന്താണ്? കോഡ് രണ്ടും ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് എ ആണ്. അപ്പോൾ എയിൽ നിന്ന് ഓരോ കോഡിന്റെയും എൻഡിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ്. അപ്പോൾ AP × AQ = AR × AS. അതാണ് നമ്മുടെ റിസൾട്ട്. AP × AQ, അതായത് AR × AS തന്നെയാണ് AP × AQ. അപ്പോൾ AR എന്ന് പറയുന്ന 5 ആണ്, 5. AS എന്ന് പറഞ്ഞാൽ 5 × 4 9. AP എന്ന് പറയുന്നത് 3 ആണ്. AQ അറിയില്ല. അപ്പോൾ 5 × 9 45 = 3 AQ എന്നായി. അപ്പോൾ AQ കാണാൻ ചെയ്താൽ മതി 45നെ 3 കൊണ്ട് ഹരിക്കുക 15 എന്ന് കിട്ടും. അതായത് A മുതൽ Q വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 15. അതിൽ AP 3 അറിയാം. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിന് ഇതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന PQ ആയിരിക്കും. PQ എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. അതായത് 15 ന്ന് 3 കുറച്ചാൽ 12. അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ 12. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്ററിന്റെ ഹാഫ്, അതായത് 6 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതുപോലെ തന്നെ ഇവിടെ 2 കോഡ്സ് പുറത്തേക്ക് നീട്ടിയതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കോഡ് ടാൻജന്റ് ആയിട്ട് മാറി. അപ്പോൾ PXY എന്ന് പറഞ്ഞ കോഡ് പുറത്തേക്ക് നീട്ടിയ ഒരു പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് വരച്ചിരിക്കുന്നത്. അപ്പോൾ PT is a tangent, PX × PY = PT² എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, XT യും TY അങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു ട്രയാങ്കിൾ ഇതാണ് PXT എന്നൊരു ട്രയാങ്കിളും പിന്നെ ഈ PYT എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ ഈ ആംഗിള്, അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ PXT ആൻഡ് ട്രയാങ്കിൾ PTY. ഈ വലിയ ട്രയാങ്കിളും PXT എന്ന ട്രയാങ്കിളും. അപ്പോൾ PXT എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിള്, PTY എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിള്. ആ 2 ട്രയാങ്കിളിന്റെ നോക്കിക്കേ, ഇത് ഈ ആംഗിൾ വൈയും ഇത് ടാൻജന്റിനും കോഡിനും ഇടയ്ക്കുള്ള ആംഗിള്. ഈ ആംഗിള് ആ കോഡ് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളിന് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ തന്നെയാണ് ഇത്. അതായത് ആംഗിൾ PTX = ആംഗിൾ Y, അല്ലെങ്കിൽ ആംഗിൾ PYT. ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണ്. കൂടാതെ ഈ ട്രയാംഗിളിന്റെ ഒരു ആംഗിളാണ് ഇത്. ഈ വലിയ ട്രയാംഗിളിന്റെ ആംഗിൾ അത് തന്നെയാണ്. അപ്പോൾ കോമൺ ആണ് ഒരു ആംഗിള്. അപ്പോൾ ഒരു ആംഗിൾ കോമൺ, ഒരു ആംഗിൾ ഈക്വൽ, മൂന്നാമത്തെ ആംഗിൾ പിന്നെ ഏതാ? ഈ ആംഗിളും ഈ മൊത്തം ആംഗിളും. അത് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാംഗിൾസ് ഇവിടെയും ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾസ് ഈക്വൽ ആയ ട്രയാംഗിൾ ആകുമ്പോൾ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് എഴുതി നോക്കാം അല്ലേ? സിൻസ് ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാംഗിൾസ് സിമിലർ എന്ന് പറയും. ആ ട്രയാംഗിൾസിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ആംഗിൾസ് ഉള്ള ട്രയാംഗിൾസിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ. അപ്പോൾ PX/PT, അതായത് PX എന്ന് പറയുന്ന ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും PT എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും. വലിയ ട്രയാംഗിളിൽ ഇതിന് ഓപ്പോസിറ്റ് PT, ചെറിയ ട്രയാംഗിളിൽ ഇതിന് ഓപ്പോസിറ്റ് PX ഈക്വൽ ടു PT. ചെറിയ ട്രയാംഗിളിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് PT, വലിയ ട്രയാംഗിളിൽ ഇതിന് ഈക്വൽ വരിക ഏതാണ്? അത് ഈ ആംഗിളാണ്, അതിന്റെ ഓപ്പോസിറ്റ് PY. അപ്പോൾ PX/PT = PT/PY എന്ന് കിട്ടും. അപ്പോൾ PX × PY = PT × PT, അതായത് PT². അപ്പോൾ PX × PY = PT². അതായത് പഴയ റിസൾട്ട് തന്നെയാണ് ശരിക്കും. ഇത് ഒരെണ്ണം ടാൻജന്റായി മാറിയപ്പോൾ അതായത് PA × PB = PC × PD ആണല്ലോ. അപ്പോൾ PCയും PDയും സെയിം ആയി. അപ്പോൾ PC × PC ആയി, PC² ആയി. അതാണ്. അപ്പോൾ PX × PY = PT². അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദി സെന്റർ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ്. അപ്പോൾ ഒരു സർക്കിള്, ആ സർക്കിളില് ഒരു കോഡ്, എന്നിട്ട് സെന്ററോ ഈ സെന്ററിൽ നിന്ന് അതിന്റെ കോഡിൽ ഒരു പോയിന്റിലേക്ക്, P എന്നുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്,
ഇപ്പൊ P is a point on the chord AB, then OP is joined. ഈ OP എന്ന ഡിസ്റ്റൻസ് നമ്മൾ D എന്ന് എടുക്കുകയെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് D ആ സെന്റർ രണ്ട് വശത്തേക്ക് നീട്ടി വരച്ചപ്പോൾ ഡയമീറ്റർ ആയി. ഈ ഡിസ്റ്റൻസ് D നോക്കുക. അപ്പോൾ ഒരു കോഡിലെ ഒരു പോയിന്റിലേക്ക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് D. അപ്പോൾ നോക്കിയേ, ഇപ്പൊ പറഞ്ഞ റിസൾട്ട് PA ഇൻറ്റു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ CND മാർക്ക് ചെയ്തു. അപ്പോൾ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD എന്നുള്ള റിസൾട്ട് അവിടെ ഉണ്ട്. അപ്പോൾ PA ഇൻറ്റു PB ഈക്വൽ ടു PC എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത്രയും റേഡിയസ് ആണ്, ഈ റേഡിയസ് R. അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് D കുറയ്ക്കുന്നതാണ് PC. അപ്പോൾ R മൈനസ് D ആണ് PC. അതുപോലെ ഈ ഡിസ്റ്റൻസോ PD എന്ന് പറയുന്നോ ഇത്രയും റേഡിയസ് ആണ്, അതിൻ്റെ കൂടെ D കൂട്ടുന്നതാണ്. അപ്പോൾ R പ്ലസ് D ഇത്, R മൈനസ് D ഇത്. അപ്പോൾ R പ്ലസ് ഡിയും R മൈനസ് ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് PA ഇൻറ്റു PB. അപ്പോൾ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. അവിടെ PC എന്ന് പറയുന്നത് R മൈനസ് D ആണ്, PD എന്ന് പറയുന്നത് R പ്ലസ് D ആണ്. അപ്പോൾ R പ്ലസ് D ഇൻറ്റു R മൈനസ് D, R സ്ക്വയർ മൈനസ് D സ്ക്വയർ. അപ്പോൾ PA ഇൻറ്റു PB എന്ന് പറയുന്നത് R സ്ക്വയർ മൈനസ് D സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്, AB എന്ന് പറയുന്ന ഒരു കോഡ്, ആ കോഡിലെ ഒരു പോയിന്റ് ആണ് P. അപ്പോൾ PA ഇൻറ്റു PB എന്ന് പറയുന്നത് പിയിൽ നിന്ന് ആ കോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ്. അതായത് ആ പോയിന്റ് കോഡിനെ രണ്ട് പാർട്ടാക്കും. ആ രണ്ട് പാർട്ടുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസിന്റെ സ്ക്വയർ ചെയ്യുന്നത് ആ പോയിന്റിന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ R സ്ക്വയർ മൈനസ് D സ്ക്വയർ ആണ് PA ഇൻറ്റു PB. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. ഈ P ഔട്ട്സൈഡ് സർക്കിൾ, ഇനി തന്നെ ഈ P ഔട്ട്സൈഡ് സർക്കിൾ ആയിട്ട് വരാം. അതായത് ഈ കോഡിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് വിചാരിക്കുക. കോഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തുള്ള ഒരു പോയിന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വരും നോക്കാം. അപ്പൊ അവിടെ കണ്ടോ, അപ്പൊ AB എന്ന് പറയുന്ന ഒരു കോഡ്, അത് പുറത്തേക്ക് നീട്ടിയ ഒരു പോയിന്റ് ആണ്. നീട്ടിയപ്പോൾ അതിലെ ഒരു പോയിന്റ് ആണ് P. അപ്പോൾ അവിടുന്ന് സെന്ററിലേക്ക് വരച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PC ഇൻറ്റു PD ഇസ് ഈക്വൽ ടു PA ഇൻറ്റു PB അങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് ഈ ഡിസ്റ്റൻസ് ഇവിടെ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ സെന്ററിൽ നിന്ന് ഈ Pയിലേക്കുള്ള ഡിസ്റ്റൻസ് D. ഇവിടെ P പുറത്താണ്. അപ്പോൾ സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് D. അപ്പൊ നോക്കിയേ, ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ റേഡിയസ് കുറയ്ക്കുന്നതാണ് ഇത്. അപ്പൊ ഇത് D മൈനസ് R വരും. ഇവിടെ സെന്ററിൽ നിന്ന് ആ കോഡിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് D. ഇവിടെ സെന്ററിൽ നിന്ന് കോഡിന്റെ പുറത്തുള്ള പോയിന്റ് ആണ്. കോഡ് പുറത്തേക്ക് നീട്ടിയപ്പോഴുള്ള ഒരു പോയിന്റ് ആണ് P. അത്ര ഉള്ളു വ്യത്യാസം. ഇവിടെ അകത്ത്, ഇവിടെ പുറത്ത്. അപ്പോൾ സെന്ററിൽ നിന്ന് ആ Pയിലേക്കുള്ള ഡിസ്റ്റൻസ് D ആണ്. അപ്പൊ നമ്മുടെ ആ റിസൾട്ട് നോക്കുക, റേഡിയസ് R ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിയിൽ നിന്ന് R കുറയ്ക്കുന്നതാണ്. ഇനി ഈ ഡിസ്റ്റൻസ് ആണെങ്കിലോ ഡിന്റെ കൂടെ R കൂട്ടുന്നതാണ്. അപ്പോൾ D മൈനസ് ആറും D പ്ലസ് ആറും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് PC D മൈനസ് R, അതുപോലെ ഈ ഡിസ്റ്റൻസ് D പ്ലസ് R. അപ്പോൾ നോക്കിയേ, PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD, PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. അതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ PA ഇൻറ്റു PB, അതായത് ഇവിടെ ചെയ്ത പോലെ തന്നെ PA ഇൻറ്റു PB, ആ പോയിന്റിൽ നിന്ന് കോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ്, അത് D മൈനസ് R ഇൻറ്റു D പ്ലസ് R വരും. അപ്പൊ D സ്ക്വയർ മൈനസ് R സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ R സ്ക്വയർ മൈനസ് D സ്ക്വയർ ആണ്, ഇവിടെ D സ്ക്വയർ മൈനസ് R സ്ക്വയർ ആണ്. രണ്ടും ഒരുമിച്ച് നമുക്ക് ഓർത്തിരിക്കാം. പുറത്തായാലും അകത്തായാലും ഈ സൈനിലുള്ള വ്യത്യാസമുണ്ട്. D സ്ക്വയർ മൈനസ് R സ്ക്വയർ, ഇത് R സ്ക്വയർ മൈനസ് D സ്ക്വയർ. അപ്പോൾ P is a point inside or outside, then PA into PB will be മോഡുലസ് ഓഫ് R സ്ക്വയർ മൈനസ് D സ്ക്വയർ. അങ്ങനെ എടുക്കാം. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ R സ്ക്വയർ മൈനസ് D സ്ക്വയർ ആയാലും D സ്ക്വയർ മൈനസ് R സ്ക്വയർ ആയാലും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ പോസിറ്റീവ് വരും. അപ്പോൾ രണ്ട് കേസും നമുക്ക് ഒരുമിച്ച് ഇതുപോലെ പറയാം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങനെ ഓർത്തിരിക്കാന്നല്ലേ, PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു R സ്ക്വയർ മൈനസ് D സ്ക്വയർ. P കോഡിന്റെ സർക്കിളിനകത്തുള്ള പോയിന്റ് ആണെങ്കിൽ, സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് ആണെങ്കിൽ D സ്ക്വയർ മൈനസ് R സ്ക്വയർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മറ്റൊരു റിസൾട്ടാണ്. അപ്പോൾ രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PT സ്ക്വയർ എന്ന് പറഞ്ഞു. പിന്നെ PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു R സ്ക്വയർ മൈനസ് D സ്ക്വയറും D സ്ക്വയർ മൈനസ് R സ്ക്വയറും.
അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.